ഹായ് ഗുഡ് മോർണിംഗ്. അപ്പം നമ്മുടെ പുതിയൊരു വ്ളോഗിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നൊരു ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ആണ്. അപ്പം നേരം പര അല്ല, കുറച്ചേറെ വെളുത്തിട്ടുണ്ട്. അപ്പം നമുക്ക് ചായ വെക്കാം രാവിലെ തന്നെ. അപ്പോൾ കാശിക്ക് ട്യൂഷന് പോകണം, അവന് ചായ കൊടുത്ത് വിടാം. അപ്പം ഞാൻ രാവിലെ അവനെ വിളിച്ചുണർത്തിയിട്ട് ബാത്റൂമിൽ ഒന്ന് കയറിയത് മാത്രമേ എനിക്ക് ഓർമ്മയുള്ളൂ. തിരിച്ചിറങ്ങി വന്നപ്പോൾ വീട് മൊത്തം കത്തിക്കുന്ന പോലൊക്കെ പുകയും തീയും കരിയൊക്കെയാണ്. അവൻ എന്തോ അറിയത്തില്ല, ചട്ടി എടുത്ത് വെച്ച് തീയിട്ട് എന്തിൻ്റെ കേടാണെന്നോ എനിക്കറിയാൻ പാടില്ല. അത് മൊത്തം കരിഞ്ഞ് പിടിച്ച് ആകെ നാശമായിട്ടുണ്ട്. അപ്പോൾ ചായയൊക്കെ തിളച്ച് വന്നിട്ട് നമുക്ക് ചേട്ടന് ചായ കൊടുക്കാം. അപ്പം അതിൻ്റെ കൂടെ ഞാൻ പെട്ടെന്ന് തന്നെ പല്ലൊക്കെ തേച്ച് നോക്കിയപ്പോൾ പാറു നല്ല ഉറക്കം. ഞാൻ പിന്നെ ചായ കുടിക്കാൻ കുറച്ച് നേരം പുറത്ത് പോയിരിക്കും കേട്ടോ. അത് ദിവസം അങ്ങനെ തന്നെയാണ്. ഞാൻ ഈ സമയത്താണ് ഇന്ന് എന്തൊക്കെ ചെയ്യണമെന്ന് പ്ലാൻ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ പ്ലാനിങ് ഒക്കെ അവിടെ ഇരുന്ന് നടത്തിയിട്ട് നേരെ എന്നിട്ട് ഒരു മറ്റേ സാമ്പ്രാണി കത്തിച്ച് വെക്കുകയാണ് കേട്ടോ. വീട് മൊത്തം കരിഞ്ഞ ഒരുമാതിരി വല്ലാത്ത സ്മെല്ലാണ്. ശ്വാസം മുട്ടുന്ന പോലെ എനിക്ക് ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ട് തോന്നിയപ്പോൾ ഞാനത് ഒരു മണത്തിന് വേണ്ടി കത്തിച്ച് വെച്ച്. ഇപ്പോൾ സാമ്പ്രാണിയൊക്കെ കത്തിച്ച് വെച്ചിട്ട് നേരെ ഞാൻ അടുക്കളയിലോട്ടാണ് കേട്ടോ. ഇനി നിന്ന് തിരിയാനൊന്നും നേരമില്ല. രാവിലെ ഒന്നാമത് പിള്ളേർക്ക് സ്കൂളിൽ പോകണം, രണ്ടാമത് എനിക്കും ചേട്ടനോടെ കുറച്ച് സ്ഥലത്തൊക്കെ പോകാനുണ്ട്. അപ്പോൾ ആദ്യം തന്നെ അടുപ്പ് കത്തിച്ച് വെള്ളം വെക്കാൻ വിചാരിച്ച് കഞ്ഞിക്ക്. അപ്പോൾ ചോറ് അതവിടെ നിന്ന് ആയിക്കോളുമല്ലോ, ബാക്കി പണിയെല്ലാം അതിൻ്റെ കൂട്ടത്തിൽ തന്നെ നടന്നോളുമല്ലോ എന്ന് വിചാരിച്ചിട്ട്. ചില ദിവസങ്ങളിൽ അടുപ്പ് കത്താൻ ഭയങ്കര പണിയാണ്. ഇന്ന് എനിക്ക് നല്ല മണ്ട പണിയായിരുന്നു. ഞാൻ കത്തിക്കുന്നു അണയുന്നു ഇത് തന്നെയാണ് കേട്ടോ. എനിക്ക് ചില സമയത്ത് അടുപ്പ് കത്തിക്കുന്ന അത്ര അങ്ങോട്ട് വശമാവത്തില്ല. അങ്ങനെ അടുപ്പെല്ലാം കത്തിച്ച് വെച്ച് ഞാൻ കലമൊക്കെ വെള്ളമൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇത് ഞാൻ റേഷൻ അരിയാണ് കഴുകുന്നത്. ഇത് ടൊമാറ്റോ റൈസിന് വേണ്ടിയിട്ടാണ് കേട്ടോ. പാറുവിന് തക്കാളി ചോറ് വേണമെന്ന് പറഞ്ഞിട്ട് റേഷൻ അരി സ്കൂളിൽ നിന്ന് കിട്ടിയപ്പോൾ അതുകൊണ്ട് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. അങ്ങനെ ഞാൻ അരിയൊക്കെ കഴുകി അടുപ്പിൽ വെക്കുന്നുണ്ട്. അതിൻ്റെ കൂട്ടത്തിൽ തന്നെ അപ്പുറത്ത് കുടിക്കാനുള്ള വെള്ളവും കൂടെ വെക്കുന്നുണ്ട്. അപ്പോൾ ഇത് രണ്ടും അങ്ങനെ അവിടെ കീഴ് നിൽക്കേണ്ടല്ലോ, അതങ്ങനെ ആയിക്കോളുമല്ലോ എന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ എനിക്ക് വേറെ കുറച്ച് പണികളുണ്ട്. അപ്പം ഞാൻ നേരെ അരി അടപ്പിലിടുവാണ് കേട്ടോ. വെള്ളം ചൂടായി വന്നപ്പോൾ അരിയൊക്കെ അടപ്പിലിട്ടിട്ട് നമുക്ക് വാഴയില എടുത്തിട്ട് ഇലയപ്പത്തിനുള്ള പണിയാണ്. ഇന്നാണ് കാപ്പിക്ക് ഇലയപ്പമാണ് ഉണ്ടാക്കുന്നത്. ഇവിടെ ഒത്തിരി നാളായിട്ടോ ഇലയപ്പമൊക്കെ ഉണ്ടാക്കിയിട്ട്. അപ്പം ഞാൻ അതിന് വേണ്ടിയിട്ട് ഇലയൊക്കെ എടുത്തുകൊണ്ട് വെച്ച് കേട്ടോ. എന്നിട്ട് നേരെ പുറത്ത് കുറച്ച് പണിയുണ്ട്. അപ്പം ഞാൻ ഇന്നലെ കുറച്ച് തുണി കഴുകി വെള്ളത്തിൽ വെച്ച് ഇട്ടതായിരുന്നു. അതിന്ന് ഞാൻ ഒലച്ച് പിഴിഞ്ഞല്ല വിരിക്കാൻ വിചാരിച്ചിട്ട്. പക്ഷേ രാവിലെ നല്ല വെയിലുണ്ടെങ്കിലും കുറച്ച് കഴിയുമ്പോൾ വെയിലൊന്നും ഇല്ലാന്നുണ്ട്, വിരിച്ചില്ലത് അങ്ങനെ കുറേ നേരം ഞാൻ വെച്ചിരുന്നത് കേട്ടോ. അപ്പം നമ്മുടെ പയർ കൃഷിയൊക്കെ എന്തുമായി നോക്കിയാലോ. ഒരു മുടല കുറേ പയറൊക്കെ പിടിക്കുന്നുണ്ട്. ഞങ്ങൾ കുറച്ച് 5-6 നിർത്തിയിട്ടുണ്ട് കേട്ടോ. അത് വിത്തിന് വേണ്ടി നിർത്തിയേക്കാണ്, അതുകൊണ്ട് അത് എടുക്കുന്നില്ല. ബാക്കിയുള്ളതിലൊന്നും പൂവൊക്കെ വരുന്നതേ ഉള്ളേ. തുണിയൊക്കെ കഴുകി പിഴിഞ്ഞ് മാറ്റി വെച്ചിട്ട് ഞാൻ നേരെ പാത്രം കഴുകാനായിട്ട് നിന്നിട്ടോ. ഇന്നലെ കുറച്ചധികം പാത്രങ്ങളും കുറേ വേസ്റ്റുകളൊക്കെ ഉണ്ടായിരുന്നുണ്ട് തന്നെ. ഞാൻ അകത്ത് നിന്നിട്ട് കഴിയില്ല. അതെല്ലാം ഞാൻ ഇന്ന് വെളിയിൽ കൊണ്ടുവന്നിട്ട് കളഞ്ഞിട്ട് വെളിയിലാണ് കഴുകുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് വേറൊരു സാധനം കൊണ്ട് നമ്മുടെ ഇത് അത് കാണിക്കാം കേട്ടോ. അത് ബുഷ് ഓറഞ്ചാണ് കേട്ടോ. നിറയെ കായ്ച്ചിട്ടുണ്ട്, ഇഷ്ടം പോലെ കായ വന്നിട്ടുണ്ട് കേട്ടോ. ഇത് പഴുക്കാറൊന്നും ആയിട്ടില്ലെന്നാണ് തോന്നുന്നത് കേട്ടോ. അത് മഞ്ഞ നിറം ആവുമായിരിക്കും. അറിയുന്നവരൊന്ന് കമൻറ്റ് ചെയ്യണം, ഇത് എന്തെങ്കിലും മഞ്ഞ നിറം ആയിട്ടാണോ ഇത്. അങ്ങനെ പാത്രമൊക്കെ കഴിഞ്ഞ് ഞാൻ പെട്ടെന്ന് തന്നെ അകത്തോട്ട് കയറിയിട്ടുണ്ട്. കാരണം ഇലയപ്പത്തിൻ്റെ പരിപാടികളൊക്കെ നോക്കണം. ഞാനിവിടെ അധികത്തിനൊന്നും ഇലയപ്പം ഉണ്ടാക്കാറില്ല കേട്ടോ. ആൾ എണ്ണീട്ട് കറക്റ്റായിട്ടാണ് ഇലയപ്പം ഉണ്ടാക്കാറ്. കാരണം മക്കൾ രണ്ടും ഓരോന്നേ കഴിക്കാറില്ല, ഞാനും ഒരെണ്ണേ കഴിക്കാറുള്ളൂ. ചേട്ടൻ മാത്രമുള്ള 2-3 കഴിക്കുന്നത്. അതുകൊണ്ട് തന്നെ വൈകിട്ട് ഒരെണ്ണം അങ്ങനെ അധികം വരത്തുള്ളൂ കേട്ടോ. അങ്ങനെ വൈകിട്ട് ഇങ്ങനെ മധുരം വീണ്ടും കഴിക്കേണ്ടതെന്ന് വെച്ചിട്ട് ഞാൻ അങ്ങനെ കറക്റ്റായിട്ട് മാത്രമേ ഇലയപ്പം ഉണ്ടാക്കാറുള്ളൂ. വേറെയുള്ള പലഹാരമാണെങ്കിൽ ഇവർ വൈകിട്ട് കഴിച്ചോളും കേട്ടോ. അപ്പോൾ ഇങ്ങനെയുള്ളതൊന്നും അവർക്ക് ഇഷ്ടമല്ല വൈകിട്ടൊന്നും കഴിക്കാൻ വേണ്ടിയിട്ട്. രാവിലെ തന്നെ വലിയ പാടുപെട്ടിട്ടാണ് കഴിക്കുന്നത്. അപ്പോൾ അതങ്ങനെ വേഗം വെച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ അടുത്ത് ടൊമാറ്റോ റൈസിനുള്ള പരിപാടികളൊക്കെ നോക്കിയിട്ടുണ്ട്. അത് പെട്ടെന്ന് തന്നെ ആയിക്കിട്ടും. റേഷൻ അരി ഞാൻ നേരത്തെ വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. എല്ലാം കൂടെ മിക്സ് ചെയ്യുക, അത്രയും വലിയ പണികളൊന്നുമില്ല. ഞാൻ റെസിപ്പി ഇട്ടിട്ടുണ്ട് ഷോർട്സിൽ, അപ്പം അറിയാത്തൊരു കയറി കണ്ടു നോക്കണം കേട്ടോ. അങ്ങനെ പാറുവിനുള്ള പാത്രത്തിലെല്ലാം ആക്കിയൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പോഴത്തേക്ക് പാറു ആകെ അങ്ങ് തിരിഞ്ഞു കേട്ടോ. പാറു കാശിന്ന് സ്കൂളിൽ പോകുന്നില്ല എന്ന് അറിഞ്ഞപ്പോഴത്തേക്ക് പാറുവിൻ്റെ സ്വഭാവമൊക്കെ മാറി. പാറു ആകെ ഇടങ്ങേറായിട്ടുണ്ട്. പിന്നെ ഞാൻ അതിലോട്ട് ഒരു മുട്ട പുഴുങ്ങിയത് 2ആയിട്ട് മുറിച്ചൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ട്. ആർക്കെങ്കിലും കൊടുക്കുന്നെങ്കിൽ കൊടുക്കട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് അങ്ങനെ മുറിച്ച് വെച്ചത്. അപ്പോൾ ചേട്ടൻ പോകാത്തതിൻ്റെ കയറുവാണ് പാറുവിൻ്റെ മുഖത്തേക്ക് കാണുന്നത്. ഞാൻ ഐഡൻറ്റി കാർഡിൻ്റെ ഫോട്ടോ കാണിക്കുന്നൊക്കെ പറഞ്ഞിട്ട് അതൊന്നും എന്നെ കാണിച്ചതൊന്നും ഇല്ല കേട്ടോ. ഐഡൻറ്റി കാർഡ് കിട്ടിയിട്ട് അപ്പോൾ അതെല്ലാം മറച്ച് തിരിച്ചൊക്കെ വെച്ചേക്കുവാണ്. ഞാൻ കരയൊക്കെ ചെയ്തപ്പോൾ ഞാൻ മുഖമൊക്കെ തുടച്ചു കൊടുക്കുകയൊക്കെ ചെയ്ത കേട്ടോ. കണ്ണ എഴുതണ്ടെന്നൊക്കെ പറയും എന്നോട്, വേണ്ടാന്നൊന്നും. ആളാകെ അങ്ങ് ഇതായിപ്പോയിട്ടാ. അപ്പോൾ അച്ഛൻ ഇറങ്ങി റെഡിയായി വെളിയിൽ നിൽപ്പുണ്ട് പാറുവിനെ നോക്കിയിട്ട്. പാറു ഇങ്ങനെ പോവാണ്ട് ഇങ്ങനെ നിൽക്കുന്നുണ്ട്. പതുക്കെ ഇറങ്ങിയൊക്കെ ചെല്ലുന്നുണ്ട് കേട്ടോ. എന്നിട്ട് എന്നെ നോക്കുന്നൊന്നുമില്ല, എനിക്ക് ടാറ്റയൊന്നും ഇല്ലെന്ന്. ആകെ കൊച്ച് മൂഡ് ഓഫ് ആയിപ്പോയി. അപ്പോൾ ചേട്ടന് ഒത്തിരി ദിവസങ്ങൾക്ക് ശേഷം കട തുറക്കാൻ വേണ്ടിയിട്ട് പോയതാണ്. അപ്പം ഞാൻ അച്ഛനെ മോളെയൊക്കെ പറഞ്ഞു വിട്ട് കുറച്ച് ടൊമാറ്റോ റൈസൊക്കെ കഴിച്ച് എനിക്ക് ഇലയപ്പം കഴിക്കാൻ എന്തോ മൂഡ് തോന്നിയില്ല. അവിടുന്ന് ഞാൻ പെട്ടെന്ന് തന്നെ ചട്ടി അടപ്പിൽ വെച്ച് കുറച്ച് സാമ്പാറിന് പരിപ്പ് വേകാൻ വെച്ച്. എന്നിട്ട് ഞാൻ പോയി കുളിച്ച്. പരിപ്പ് അവിടെ നിന്ന് വെന്തോളുമല്ലോ. കുളിച്ചിട്ട് അന്ന് ഞാൻ കുറച്ച് തുണി മടക്കാനുണ്ടായിരുന്നു, അതും പെട്ടെന്ന് മടക്കി വെച്ചിട്ടുണ്ടായിരുന്നു. എൻ്റെ ഇടയ്ക്കൂടെ ഞാൻ വീടും ഒന്ന് തൂത്ത് വൃത്തിയാക്കിയിട്ടുണ്ട്. ഇത്രയും പണികൾ ചെയ്ത് പച്ചക്കറി അരിഞ്ഞത് ആ പരിപ്പിനകത്തിട്ട് വേവാനും വെച്ചിട്ടുണ്ട് കേട്ടോ. കാരണം വരുമ്പോൾ നമുക്ക് കടു വറുത്താൽ മതിയല്ലോ സാമ്പാറിനെന്ന് ചോദിച്ചിട്ട്. ചേട്ടൻ വന്നു ഞാൻ ഓടിപ്പോയി നോക്കുവാണ്. ഇതിൻ്റെ ഇടയ്ക്ക് എനിക്ക് തോന്നി ഇങ്ങനെ എന്തോ ഒരു വണ്ടിയുടെ സൗണ്ട് വന്നു. പക്ഷേ ചേട്ടനൊന്നും അല്ലായിരുന്നു. ഞാൻ അതേ സ്പീഡ് തിരിച്ചു വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ബാങ്കിലൊക്കെ പോകണം, പാസ്ബുക്കും ഒക്കെ എടുത്ത് വെക്കാനുണ്ട്. അങ്ങനെ ഞാൻ പാസ്ബുക്കും ഒക്കെ എടുത്ത് വെച്ചപ്പോഴത്തേക്ക് ചേട്ടൻ വന്നിട്ടുണ്ട്. അപ്പം ഞങ്ങളുടെ കൂടെ റെഡി ആയിട്ട് ഇറങ്ങിയിട്ടുണ്ട്. കാശ് ഇവിടെ ഉണ്ട് കേട്ടോ, അതുകൊണ്ടാണ് വീടൊന്നും പൂട്ടുന്നില്ല കേട്ടോ.
എന്നിട്ട് ബാങ്കിൽ നിന്ന് ഇറങ്ങിയപ്പോഴാണ് ഇങ്ങനെ ഒരു കട അവിടെ കണ്ടത്. ഞാൻ ചാടി അതിനകത്ത് കയറിയിട്ടുണ്ട്. അപ്പോൾ ചേട്ടനോട് ഒരു ചവിട്ടി മാത്രം വാങ്ങിക്കണമെന്നാണ് പറഞ്ഞത്. പക്ഷേ അവിടെ ചേർന്ന് കയറിയപ്പോൾ എനിക്ക് ആവശ്യമില്ലാത്ത സാധനങ്ങളൊന്നുമില്ല, എനിക്കെല്ലാം വേണം. അപ്പോൾ അങ്ങനെ ഒരു കലം വേണമെന്ന് പറഞ്ഞിട്ട് അതങ്ങനെ വാങ്ങിച്ചാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ആവശ്യമാണെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ചേട്ടൻ പറഞ്ഞു ബാബാ പോകാമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ കൈ കിട്ടി 2 സാധനം പെട്ടെന്ന് നിർത്തുകൊണ്ട് ഓടുന്നതാണ് ഈ കാണുന്നത്. അങ്ങനെ അവിടുന്ന് നമ്മൾ ഇറങ്ങിയിട്ടുണ്ട്. വീണ്ടും നമ്മൾ അടുത്തൊരു ബാങ്കിലോട്ടാണ് പോകുന്നത് കേട്ടോ. പണയം വെച്ചതിൻ്റെ പൈസ അടയ്ക്കാൻ വേണ്ടിയിട്ടാണ്, വേറൊന്നുമല്ല. അങ്ങനെ ഞാനവിടെ ചെന്ന് നിൽക്കുന്ന ചേട്ടൻ ATM നിന്ന് പൈസ എടുക്കുന്ന സമയത്ത് ഞാനവിടെ നിന്ന് വെയിലൊക്കെ കൊണ്ട് അവിടെ നിൽക്കുകയാണ് കേട്ടോ. അങ്ങനെ ചേട്ടൻ പൈസയൊക്കെ അടയ്ക്കുന്നുണ്ട്. അങ്ങനെ ഞാൻ കട്ട പോസ്റ്റായിട്ട് അവിടെ ഇരിക്കുന്നുണ്ട് കേട്ടോ. അവിടെ നേരെ പെട്ടെന്ന് തന്നെ വീട്ടിൽ വന്നിട്ടുണ്ട്. കാരണം 1 മണി എങ്ങാണ്ടായിട്ടുണ്ട്. സാമ്പാറിൻ്റെ കടവും വറുത്ത മീനും വറുത്ത ചമ്മന്തി അരച്ച് നമ്മളങ്ങനെ ചോറിനായിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ എൻ്റെ ഉച്ച വരെയുള്ള ഡേ ഇൻ മൈ ലൈഫ് മാത്രമേ ഞാൻ എടുത്തിട്ടുള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ. ഓക്കെ, ബൈ.